നമസ്കാരം. പശ്ചിമ ബംഗാളിൽ നിർഭയ മോഡൽ അതിക്രൂരമായ കൊലപാതകം സംഭവിച്ചിട്ടും കുറ്റക്കാരെ രക്ഷിക്കുന്ന സമീപനം എത്തിയതോടെ സുപ്രീം കോടതി മമതയെ ആടപാടലം പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കേസിൽ സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ച സുപ്രീം കോടതി തന്നെ അടിവരയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൊലപാതകം നടന്ന് 3 മണിക്കൂറിന് ശേഷമാണ് സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായത്. ഇതിനു പുറമെ യുവതിയുടെ പേരും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. ഇതെല്ലാം കേസ് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് വന്ന ഗുരുതരമായ വീഴ്ചയാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും മമതാ സർക്കാരിനെ അതിരൂക്ഷമായി തന്നെ എടുത്തിട്ട് കുടയുകയും ചെയ്തു. നിലവിൽ ഏറ്റവും പ്രധാന വാർത്ത CBIയുടെ സാമ്പത്തിക വിഭാഗം RG-കാർ ആശുപത്രിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഡോക്ടർ കൊല്ലപ്പെടുന്ന സമയത്ത് പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിന്റെ കാലത്ത് നടന്ന സാമ്പത്തിക ക്രമക്കേടുകളാണ് CBI ഇനി അന്വേഷിക്കാൻ പോകുന്നത്. പശ്ചിമ ബംഗാൾ സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ ടീമിൽ നിന്നും എല്ലാം CBI റിപ്പോർട്ടുകളും മഹസറും എഫ്ഐആറും അടക്കം CBI എല്ലാം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. RG-കാർ മെഡിക്കൽ കോളേജിൽ മുൻ ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി കേസ് CBIക്ക് വിട്ടത്. പശ്ചിമ ബംഗാളിനെ പിടിച്ചുകുലുക്കിയ അതിക്രൂരമായ കൊലപാതകം നടന്നിട്ടും സർക്കാർ 48 മണിക്കൂറിന് ശേഷമാണ് കേസ് ഇട്ട് എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. മമതയുടെ ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായ സഞ്ജയ് ഘോഷിനെ ഒരു കാരണവശാലും തള്ളിപ്പറയുകയോ, സഞ്ജയുടെ ഗുരുതരമായ അനാസ്ഥയാണ് അവിടെ ഒരു കൊലപാതകം നടന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പകരം പ്രതിഷേധം കനത്തതോടെ RG-കാർ ആശുപത്രിയിൽ നിന്നും പുറത്താക്കുകയും പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത പിറ്റേ ദിവസം തന്നെ സർക്കാർ ഉടൻ തന്നെ, അതായത് മമത ഉടൻ തന്നെ കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പാളായി പകരം നിയമനം നൽകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വൻ പ്രതിഷേധം കനക്കുകയും നാഷണൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ചുമതലയേൽക്കാൻ സമ്മതിക്കാതെ മുറിക്കുള്ളിൽ പൂട്ടിയിടുന്ന കാഴ്ചയും തന്നെ നമ്മൾ കണ്ടു. കൂടാതെ RG-കാർ മെഡിക്കൽ കോളേജിലെ വൻ മാഫിയ സംഘം തന്നെ അവിടെ ഉണ്ട് എന്നത് വ്യക്തമാണ്. ഡെപ്യൂട്ടി സൂപ്രണ്ട് തന്നെയാണ് വ്യക്തമായി പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന മുൻ പ്രിൻസിപ്പൽ സഞ്ജയ് അടക്കം ഡോക്ടർമാർ അവയവ മാഫിയയുമായി ബന്ധമുണ്ട്. അവിടെ അവയവ മാഫിയയുടെ ഒരു ഗ്യാങ് തന്നെ ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഡോക്ടറും പ്രിൻസിപ്പാളും അടക്കം ഇതിന്റെ പങ്കുണ്ട്. ഇതിൽ മുഖ്യ കണ്ണികളാണ്. മെഡിക്കൽ എത്തിക്സിനെതിരായാണ് ഡോക്ടറും പ്രിൻസിപ്പാളും അവിടെ ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. തെളിവ് സഹിതമാണ് മുൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് മമത സർക്കാരിനെ അറിയിച്ചത്. എന്നാൽ സഞ്ജയെ രക്ഷിക്കാനാണ് മമത അന്നും നിലകൊണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട സകല തെളിവുകളും CBIക്ക് ലഭിച്ചതോടെ മമത ഏത് നിമിഷവും മമതയ്ക്കൊരു കയ്യിൽ വിലങ്ങ് വീഴാനുള്ള സാധ്യത, അതായത് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കെജ്രിവാളിനെ കൂടെ മമതയും ഇനി തിഹാർ ജില്ലയ്ക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ബംഗാൾ രാഷ്ട്രീയം മാറി മറിയുകയാണ്. ഇനി പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഇനി ജീവനില്ലാത്ത ഒരു ഡെഡ് ബോഡിയായി, അതായത് മരിച്ചു കിടക്കുന്ന ഒരു ശവശരീരമായി പശ്ചിമ ബംഗാളിൽ ഇനി തൃണമൂൽ കോൺഗ്രസ് മാറുമെന്നത് ഉറപ്പാണ്. രാഷ്ട്രപതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും കേന്ദ്ര സർക്കാരും എല്ലാ സംവിധാനങ്ങളും മമതയ്ക്ക് എതിരെ ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നു. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ വരെ ദീദി എന്ന് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ഒരു കാലത്ത് വിളിച്ചിരുന്ന മമതയെ അവർ ചൂലുകൊണ്ട്, അല്ലെങ്കിൽ മമതയെ കയ്യിൽ കിട്ടിയാൽ വലിച്ചു കീറും എന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ മമതയെ ഇനി അറസ്റ്റ് ചെയ്ത് തിഹാറിലേക്ക് കൊണ്ടുപോകാതെ വേറെ ഒരു വഴിയുമില്ല. കാരണം അത്രയേറെ കുറ്റങ്ങൾ 2012 മുതൽ മമത പശ്ചിമ ബംഗാളിൽ കാണിച്ചു കൂട്ടുന്നു എന്നത് വ്യക്തമാണ്. ഓരോ അന്വേഷണങ്ങളും ഓരോ കേസുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മമതയ്ക്കെതിരായിട്ട്.